കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ചികിത്സാ സഹായ ഇനത്തിൽ സംസ്ഥാനത്തെ ആശുപത്രികൾക്കും രോഗികൾക്കുമായി കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 1255 കോടി രൂപ. വൻതുക കുടിശ്ശിക വന്നതോടെ പല ആശുപത്രികളും സാധാരണക്കാർക്കുള്ള സൗജന്യ ചികിത്സ നാമമാത്രമാക്കി. ഇതോടെ അതിദരിദ്രരായ ലക്ഷക്കണക്കിന് ആളുകളാണ് ചികിത്സാ സൗജന്യമില്ലാതെ വലയുന്നത്. ചികിത്സയ്ക്ക് ചെലവാകുന്ന മൊത്തം തുകയിൽ ഏറിയാൽ 20% വരെ മാത്രമേ ഇപ്പോൾ സൗജന്യമായി ലഭിക്കുന്നുള്ളൂ. ശേഷിക്കുന്ന തുക രോഗി ചെലവഴിക്കേണ്ട അവസ്ഥയാണ്. ഇതിനു പുറമെ ആരോഗ്യ കിരണ പദ്ധതി 3.99 കോടി, കാരുണ്യ ബെനവലന്റ് ഫണ്ട് 217.68, ഹൃദ്യം 10.38 കോടി, ജനനി ശിശുസുരക്ഷ കാര്യക്രം 34.87 കോടി, RBSK 10.12 കോടി എന്നിങ്ങനെയാണ് വിവിധ പദ്ധതികൾക്ക് കീഴിൽ നൽകാനുള്ള കുടിശ്ശികയുടെ കണക്ക്. കേന്ദ്രം നൽകേണ്ട പണം നൽകാത്തതിനാൽ 637 കോടി രൂപയുടെ ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതികളും കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തെ കണക്കുകളാണിത്. കുടിശ്ശിക ലഭിക്കാത്തത് പല ആശുപത്രികളുടെയും ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്.